തയ്യലുകാർക്ക് ഓണത്തിരക്കായിരിക്കും. അളവെടുക്കാനും തുണി തയ്ക്കാനും പിന്നെ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാനും ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് സമയത്തിന് കൊടുക്കാനും ഒക്കെ ഉള്ള തിക്കും തിരക്കുമായിരിക്കും അല്ലേ. എനിക്ക് പ്രത്യേകിച്ച് ഇനി പുറത്തുനിന്ന് തയ്ച്ചു കൊടുക്കാത്തതുകൊണ്ട് ആ തിരക്കും വെപ്രാളം ഒന്നുമില്ല. എൻ്റെ ഈ വർഷത്തെ ആകെ ഉള്ള ഒരു ഓണത്തയ്യൽ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പാവാടയാണ്. ഇത് മോൾക്ക് സ്കൂളിൽ ഓണം ഫംഗ്ഷനുണ്ട്, അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സ്കേർട്ട് മാത്രം തയ്ച്ചാൽ മതി, ഉടുപ്പ് പോലും തയ്ക്കേണ്ട. കാരണം കസവിൻ്റെ പാവാടയും പിന്നെ ഒരു മെറൂൺ കളറ് ഉടുപ്പുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ് അതായത് ടോപ്പ് ഞാൻ കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി വലിപ്പത്തിലാണ് തയ്ച്ചത്. കഴിഞ്ഞ വർഷം ഒരു മാംഗോ യെല്ലോയും മെറൂൺ കളറുമായിട്ടായിരുന്നു ഞാൻ സ്കേർട്ടും ടോപ്പും തയ്ച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷം അതൊന്ന് മാറിയിരിക്കുകയാണ്. പാവാട മാറ്റിയിട്ട് പാവാട മാത്രം തയ്ച്ചാൽ മതി. ഇപ്പോൾ പ്ലീറ്റഡ് സ്കേർട്ടാണ് തയ്ക്കുന്നത്, പക്ഷേ പട്ടയിൽ ഹുക്ക് വെച്ചിട്ടല്ല തയ്ക്കുന്നത്. കൊച്ചു പിള്ളേരെ അറിയാമല്ലോ, ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് അഴിഞ്ഞ് വീണാൽ അതിൻ്റെ പുറകിൽ ഒരാൾ പിടിച്ച് വയ്ക്കാൻ വേണം. അപ്പോൾ ഞാൻ മോൾക്ക് എലാസ്റ്റിക്കാണ് ഇടുന്നത്. പിന്നെ പ്ലീറ്റ്സൊക്കെ എടുക്കുന്നുണ്ട്. 21 ഹിപ്പ് അളവ്, പക്ഷേ ഞാനൊരു 23 ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. 2 മീറ്ററാണ് എടുത്തിട്ടുണ്ടായത്. നല്ലൊരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഞാൻ 1-2 ആഴ്ചയ്ക്ക് മുന്നേ കടയിൽ പോയപ്പോഴത്തേക്കും വേറൊരു പ്ലെയിൻ മെറ്റീരിയലായിരുന്നു കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഫാബ്രിക് കാണാനായിട്ട്. ചെക്ക്ഡ് ഡിസൈനായിരുന്നു, ഈ ഒരു പ്രിൻ്റൊന്നും വരാത്തതായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ പോയപ്പോഴത്തേക്ക് അത് തീർന്നു പോയി. പക്ഷേ അതിലെക്കാട്ടിലും എനിക്ക് ഈ ഒരു മെറ്റീരിയൽ സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോപ്പിനെടുക്കണോ സാരിക്ക് എടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. വിലയും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. വേറൊരു ഷോപ്പിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇത്രയും നല്ല മെറ്റീരിയലും ഇല്ല, ഭയങ്കര വിലയുമായിരുന്നു. പ്ലെയിൻ മെറ്റീരിയൽ തന്നെ, കസവിൻ്റെ പ്ലെയിൻ മെറ്റീരിയലൊക്കെ 180, 200 ആയിരുന്നു. ഇത് 125 രൂപയായിരുന്നു പെർ മീറ്റർ. പിന്നെ പ്ലീറ്റൊക്കെ പിടിച്ച് തയ്ച്ച് കഴിഞ്ഞു, എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു. അപ്പം ഉടുപ്പും പാവാട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് അയൺ ചെയ്ത് ആ ഒരു പ്ലീറ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി, ജോലിയെല്ലാം തീർന്നു. അപ്പം മോൾക്ക് ഞാൻ ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ വന്നിട്ട് ഒരു നല്ലൊരു കോട്ടൺ കട്ടിയുള്ളൊരു ഓഫ് വൈറ്റ് കളറിലെ കോട്ടൺ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പുതിയതായിരുന്നു. അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം കഴുകുന്നതിനനുസരിച്ച് അതിൻ്റെ പശയൊക്കെ ഇളകിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇതേ മെറ്റീരിയൽ എന്ന് വെച്ചാൽ, അതായത് സ്കേർട്ടിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ തച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ കുത്തുന്ന കുടയെന്നൊക്കെ പറഞ്ഞ് പിന്നെ രാവിലെ ചിലപ്പോൾ ഇടാൻ മടിക്കും. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫോട്ടോസ് ഒന്നും എടുക്കാത്തതുകൊണ്ട് സ്കൂളിൽ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു.